That means worship involves transformation. ആരാധനയിൽ ആരാധിക്കുന്നവന് മാറ്റമുണ്ടാകണം. Is that happening? അത് നടക്കുന്നുണ്ടോ? നമ്മൾ നടത്തുന്ന ആരാധനയുടെ പേരിൽ നടത്തുന്ന ആരാധന എന്ന് പറഞ്ഞ് നടത്തുന്ന എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ പ്രാർത്ഥിച്ചവരുണ്ട്, പ്രസംഗിച്ചു, ഞാൻ പാട്ടുപാടി, കീബോർഡ് വാങ്ങിച്ചു, വന്നു, എല്ലാം ചെയ്തവർ ഇവിടെ ഉണ്ട്. ഈ ചെയ്തതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് എന്ത് പറയോ? ദൈവം ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ ഈ 2-3 മണിക്കൂറിൽ എന്നിൽ എന്താ ചെയ്തേ? Did God change our lives today? ആ മാറ്റമാണ് ഇമ്പോർട്ടന്റ്. അത് നടക്കുന്നുണ്ടോ? That is important. പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന്, നീതിമാനായ എല്ലാ തികഞ്ഞവനായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു പോകുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇത്രയും നമുക്ക് മാറ്റം വരുന്നത്, ഈസ് ഇറ്റ് നോട്ട് നാച്ചുറൽ? നമ്മൾ പറയാ, നമ്മൾ ആരുടെ കൂടാ? അയ്യോ, ദൈവത്തിന്റെ കൂടെ നമുക്കൊരു മാറ്റവും ഇല്ല. ഈസ് ഇറ്റ് പോസിബിൾ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തോ? പരിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം, ജീവനുള്ള ദൈവത്തെ ഇന്ന് രാവിലെ ഇവിടെ കണ്ടുന്ന്. ഇവിടെ രാവിലെ നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ നമ്മളിൽ മാറ്റം വരണ്ടേ? അതല്ലേ യഥാർത്ഥത്തിൽ ആരാധന. The real worship transforms the one who worships. നമ്മൾ ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. നമ്മൾ കേൾക്കുന്ന വചന ശുശ്രൂഷയിൽ കൂടെ നമ്മളിൽ എന്ത് മാറ്റമാണ് വരുന്നത്? നമ്മൾ റോമാലേഖനം പഠിക്കുന്നു, ഗലാത്യ ലേഖനം പഠിക്കുന്നു, ആമോസിന്റെ പ്രവചന പുസ്തകം പഠിക്കുന്നു, മറ്റ് പല വേദഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് വചനം ധ്യാനിക്കുന്നു. എന്ത് മാറ്റമാണ് നമ്മളിൽ കൊണ്ടുവന്നേ? ഈ കഴിഞ്ഞ ഞായറാഴ്ച കേട്ടത് മാത്രം ചിന്തിക്കേ. ആ സന്ദേശം നമ്മളിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നേ? ഇല്ലെങ്കിൽ ഇന്നലെ രാവിലത്തെ സന്ദേശത്തിൽ നമുക്ക് എന്ത് മാറ്റമാണ് വന്നേ? Where did it change? ഇല്ലെങ്കിൽ that is not the worship that God expects. God hates fake worship. ആരാധനയുടെ പേരിൽ നടത്തുന്ന അഭിനയങ്ങൾ ദൈവം വെറുക്കുന്നു. Most important thing is obeying God.